അടുത്തതായിട്ട് ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത് സ്പെഷ്യൽ പെർഫോമൻസുമായി അല്ലെങ്കിൽ ഒരു 1 man ഷോയുമായി ഒരു കുട്ടി താരമാണ്. 3 വർഷം തുടർച്ചയായിട്ട് നമ്മുടെ സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡ് സ്വന്തമാക്കി, മിമിക്രിയിൽ എ ഗ്രേഡ് സ്വന്തമാക്കി. അതുപോലെ 5 വർഷം തുടർച്ചയായിട്ട് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ യോഗ്യതയൊക്കെ നേടിയ ഭരത് എസ് ചന്ദ്രബാബു. അപ്പോൾ ഇന്ന് എന്ത് പെർഫോമൻസ് ആണ് നമുക്ക് വേണ്ടി ചെയ്യാൻ? സ്പെഷ്യൽ ഐറ്റംസ്. നമുക്കും അതാണ് വേണ്ടത്, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടണം. ഓക്കെ, റെഡി അല്ലേ? നമ്മുടെ ന്യൂ ജനറേഷൻ ഓൾഡ് ജനറേഷനിൽ വരുന്ന വ്യത്യാസമാണ് ഞങ്ങൾ കാണിക്കുന്നത്. നമ്മുടെ സംഗീതത്തിലുമുണ്ട് വ്യത്യാസം. നമ്മുടെ പഴയകാല സംഗീതവും ഇപ്പോഴത്തെ സംഗീതവും, നമ്മുടെ മുമ്പ് കാലത്തെ ഒരു സംഗീതം. എന്നാൽ ഇപ്പോഴത് ഡിജെയുടെ രൂപത്തിൽ മാറി. നമ്മുടെ ജീവികളിലുണ്ട് ഈ വ്യത്യാസം. നമ്മുടെ പൂവൻകോഴിയും സാധാരണ പിടക്കോഴി. നമ്മുടെ പൂവൻകോഴി അതുപോലെ നമ്മുടെ പിടക്കോഴി. അതുപോലെ തന്നെ നമ്മുടെ പണിയായുധങ്ങളിൽ മാറ്റമുണ്ടായി. പഴയ കാലത്തും ഇപ്പോഴത്തെ കാലത്തും. മുമ്പ് കാലത്ത് തടിയിൽ ദ്വാരമിടന്ന് വെച്ചിരുന്ന തമിരും വില്ല് ഇപ്പോഴത്തെ ഡ്രില്ലിംഗ് മെഷീനായി മാറി. അതുപോലെ തന്നെ ആക്സോ ബ്ലേഡ്. ഓക്കെ. മുമ്പ് കാലത്ത് യുവാക്കളുടെ ഹരമായിരുന്നു കുതിരപ്പുറത്തുള്ള സവാരി. അങ്ങനെയായിരുന്നോ? അങ്ങനെയായിരുന്നു. ശരി. ഇപ്പോഴത്തെ വിവിധ മോഡൽ റേസിംഗ് ബൈക്കുകളായി മാറി. കാലം എത്ര മാറിയാലും മാറാത്ത ചിലതുണ്ട്. അതിലൊന്നാണ് കടൽ തിരമാല. അടിപൊളി അല്ലേ? അസാധ്യമായി. സോ ഭരത് എന്തായാലും തീർച്ചയായിട്ടും വളർന്നു വരുന്ന ഒരു കലാകാരനാണ്. അപ്പോൾ ഭരതനെ നമുക്ക് നമ്മുടെ എല്ലാവിധ സപ്പോർട്ടുകളും എപ്പോഴും ഉണ്ടാവും. അപ്പോൾ കോമഡി മസാലയുടെ വേദിയിൽ വന്നതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വരിക. ഓക്കെ.